തത്തച്ചുണ്ടുകൾ പോലെയുള്ള പൂങ്കുലകൾ ചിറളയത്ത് കൗതുക കാഴ്ചയായി റെഡ് ജേഡ് വൈൻ. കുന്നംകുളം ചിറളയം സ്വദേശി പുലിക്കോട്ടിൽ സാമന്റെ വീടിന്റെ ടെറസിൽ വിരിഞ്ഞു നിൽക്കുന്ന റെഡ് ജേഡ് വൈൻ കാഴ്ചക്കാർക്ക് വിരുന്നാകുന്നു. തത്തകളുടെ ചുണ്ടുകൾ പോലെയോ കുഞ്ഞു തീജ്വാലകൾ പോലെയോ തോന്നിക്കുന്ന ഈ അപൂർവ പൂക്കൾ കാണാൻ നിരവധി ആളുകളാണ് ദിനവും ഇവിടെ എത്തുന്നത്. കടും ഓറഞ്ചും ചുവപ്പും കലർന്ന നിറത്തിൽ കുലകളായി പന്തലിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന പൂങ്കുലകൾ ഏതൊരാളുടെയും മനം കവരും. പാപ്പുവ ന്യൂഗിനിയയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്ന റെഡ് ജെഡ് വൈൻ എന്ന അലങ്കാരച്ചെടിയാണ് ഇപ്പോൾ ചിറളയത്തെ പ്രധാന ആകർഷണം. മുഗുന ബെന്നെറ്റി എന്നതാണ് ശാസ്ത്രീയ നാമം. ഫ്ലെയിം ഓഫ് ഐറിയൻ, സ്കാർലറ്റ് ജേഡ് വൈൻ എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നു. നീലയോ പച്ചയോ നിറത്തിലുള്ള ജേഡ് വൈനുകൾ വീട്ടുതോട്ടങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുണ്ടെങ്കിലും ചുവന്ന ജേഡ് വൈൻ പൂവിടുന്നത് വളരെ അപൂർവമാണ്. സാമിന്റെ വീടിന് അരുകുവശത്താണ് 4 വർഷം മുമ്പ് ഈ ചെടി നടുന്നത്. തിരുവനന്തപുരത്തെ അലങ്കാരച്ചെടി വ്യാപാരിയിൽ നിന്ന് സാമിന്റെ ഭാര്യ റിക്കിയാണ് ഓൺലൈൻ വഴി വാങ്ങിയത്. തുടക്കത്തിൽ ചാണകപ്പൊടിയും ജൈവവളങ്ങളും നൽകി പരിചരിച്ച ചെടി 2 വർഷത്തിനു ശേഷമാണ് പൂവിടാൻ തുടങ്ങിയത്. അലങ്കാരച്ചെടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന സാമിന് കൂട്ടായി മക്കളായ അലനും അലീനും പരിചരണത്തിലുണ്ട്. സാധാരണയായി തണുപ്പുകാലത്താണ് ഇവ പൂക്കാറുള്ളതെങ്കിലും ഇത്തവണ പെയ്ത മഴയെ തുടർന്ന് ടെറസിലേക്ക് പടർന്ന വള്ളിയിൽ വൻതോതിൽ പൂക്കൾ പൂത്തുലയുകയായിരുന്നു. തത്തച്ചുണ്ടുകൾക്ക് സമാനമായ 100 കണക്കിന് പൂക്കളാണ് ഓരോ കുലയിലും ഒരേ സമയം താഴേക്ക് തൂങ്ങി നിൽക്കുന്നത്. കാണാൻ ഏറെ മനോഹരമാണെങ്കിലും ഇതിന്റെ പരിപാലനം ഏറെ ശ്രമകരമാണെന്ന് സാം പറയുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സാധനം പൂത്തത്. 3ാമത്തെ കൊല്ലം ഉണ്ടായി, കഴിഞ്ഞ കൊല്ലം. ഇതിപ്പോൾ 4ാമത്തെ കൊല്ലാണ്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ വാർപ്പിൻ്റെ മുകളിൽ കയറ്റി കാരണം വാർപ്പിന് നമുക്ക് ലീക്കാവുമെന്നുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ ഇലകളും പൂവൊക്കെ വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വാർപ്പിന് കംപ്ലൈൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പുള്ളവർക്കൊക്കെ ആണെങ്കിൽ വലിയ പറമ്പൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെ ഇതേപോലെ കെട്ടിയിട്ട് മറ്റേ ഇതുണ്ടാക്കിയിട്ട് ഫ്രെയിമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പടർത്താവുന്നതാണ്. ഏകദേശം 1 മാസത്തിനകം തന്നെ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങും. ടെറസിലായതുകൊണ്ട് ഇവ നീക്കം ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ചുവപ്പഴക് തുളുമ്പുന്ന ഈ അപൂർവ ദൃശ്യവിരുന്ന് നേരിട്ട് കാണാനും ക്യാമറയിൽ പകർത്താനുമായി നിരവധി ആളുകളാണ് സാമിന്റെ വീട്ടിലെത്തുന്നത്.